മക്കളെ എന്താ മക്കളെ പ്ലാൻ ബി എടുത്തോ, ഓടിക്കോ. എന്റെ അമ്മ വേഗം പോയി വാതിലടിക്ക്. അയ്യോ ഞാനത് മറന്നുപോയി, അടിച്ചു. എന്നാലിത് സ്വപ്നമാണോ? എന്റെ വിറയിൽ ഇപ്പോഴും മാറിയിട്ടില്ല. അല്ല അമ്മ, പ്രേതങ്ങൾക്കുണ്ടല്ലോ വാതിൽ പൂട്ടിയാലും അകത്തേക്ക് കയറാമെന്ന് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. പേടിപ്പിക്കില്ലേടി, മനുഷ്യൻ എവിടെ അല്ലെങ്കിലും പേടിച്ചിരിക്കുക. അല്ല അമ്മ, നമ്മുടെ അപ്പവും അച്ഛനും എവിടെയായിരിക്കും ഇപ്പോ? അയ്യോ ശരിയായിരിക്കല്ലോ, അവരെ നമുക്ക് രക്ഷിക്കണം എന്തായാലും. നിങ്ങളല്ലേ ഏറ്റവും ചെറുത്, അപ്പൊ നിങ്ങൾ പോയി രക്ഷിക്കേ പോ. അയ്യടാ അയ്യടാ, അമ്മ പോയി അങ്ങോട്ട് രക്ഷിച്ചാ മതി. അവരെ കാണാ, അവരുടെ കാര്യം പറയാ, ഇങ്ങോട്ട് കയറി വരാ, അത്രയേ ഉള്ളൂ. പിന്നെ ഇത്ര എളുപ്പമാണ് നീ പോയി രക്ഷിക്കുവരെ? പോ അമ്മ. പോണോ? ആ പോയാ പറ്റൂ, വേഗം പോ. ആ പോവാ. വാതിലടിക്കാൻ മറക്കല്ലേ. ആ ആ ഇവിടെ ഒന്നും ആ പ്രേതം ഇല്ലല്ലോ. മനുഷ്യ എണീക്ക്, നീ എന്താ പതിയെ സംസാരിക്കുന്നേ? ഒന്ന് പതിയെ പറ. അതെന്താ? നേരത്തെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ വീട്ടിലൊരു പ്രേതമുണ്ടെന്ന്. ശരിക്കും നമ്മുടെ വീട്ടിലൊരു പ്രേതമുണ്ട്. ഞാൻ എൻ്റെ മക്കളെയും പ്രേതത്തെ കാണിച്ചു കൊടുത്തു. ഹേ സത്യമായിട്ടും? ഞങ്ങൾ ആ അടുക്കളയിൽ നിൽക്കുമ്പോൾ ഒരു പ്രേതത്തെ കണ്ടു. ഞാനും ചക്കയും മിന്നും കൂടി ഒറ്റ ഓട്ടം, എന്നിട്ട് നമ്മളെ റൂമിൽ കയറി ഒളിച്ചു. പിന്നെ എങ്ങനെ നിനക്ക് ധൈര്യം വന്ന് പുറത്തേക്ക് ഇറങ്ങാൻ? പിന്നെ നിങ്ങളെയും അപ്പുവിനെയും വിളിക്കണ്ടേ അതിന്? അല്ലെ നിങ്ങളെ ആ പ്രേതം എന്തെങ്കിലും ചെയ്താലോ? അയ്യോ എന്നാ വേഗം വാ, ഇപ്പൊ ഇവിടെ എവിടെയെങ്കിലും പ്രേതം ഉണ്ടെങ്കിൽ നമ്മുടെ കഥ കഴിഞ്ഞു. എല്ലാ അപ്പുവിനെടുക്കണ്ടേ? ശരിയാണല്ലോ, ഞാൻ റൂമിലിരിക്കാം, നീ പോയി വന്ന് വിളിച്ചിട്ടാ. അയ്യടാ നമുക്ക് രണ്ടുപേർ കൂടി പോവാം. ആ അതാ നല്ലത്, വാ. എല്ലാരും എവിടെ പോയി? ആരുടെ ഒച്ചയും ഇവിടെ കേൾക്കുന്നില്ലല്ലോ. ആരും കൂട്ടില്ലേ? ഹേ അതാരാ? ഇവിടെ ആരും കാണുന്നില്ലല്ലോ. ആ ചേച്ചിമാരായിരിക്കും, എന്നെ പറ്റിക്കാൻ വേണ്ടി ഇവിടെ എല്ലാം ഒളിച്ചിരിക്കണ്ടാവും. ഈ സോഫന്റെ ബാക്കിലുണ്ടോ? ഇല്ലല്ലോ, പിന്നെ എവിടുന്നാ? ഇതാ ഇവിടുന്നാ. ഹേ പ്രേതം, അയ്യോ. ഹേ നീ ഇവിടെ നിൽക്കുന്നുണ്ടോ? വേഗം വാ. അമ്മ ഞാൻ അവിടെ. പ്രേതമല്ലേ, നീ ഇങ്ങോട്ട് വേഗം വാ. അമ്മയെ കുറെ നേരിട്ട് കാണുന്നില്ലല്ലോ. ഇനി അമ്മേനെ ആ പ്രേതം ഞാൻ ചെയ്തിണ്ടാവോ? ഓ നീ എന്നെ കൂടി പേടിപ്പിക്കും. ചേച്ചിമാരേ ആ വേഗം വാ. ഇനി നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് വീട് മാറിപ്പോയാലോ? അതൊന്നും വേണ്ട, ഇനി എവിടുന്ന് വീട് കെട്ടാനാ? നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാ ഇത്. നമുക്ക് എന്നാ ഈ വീട്ടിൽ നിന്ന് ആ പ്രേതത്തെ നമുക്ക് ഓടിക്കാം. എങ്ങനെ ഓടിക്കാനാ? നമുക്ക് വല്ല കല്ലോ കമ്പോ മുളക് പൊടിയോ അങ്ങനെ എന്തെങ്കിലും വെച്ച് നമ്മളെ പ്രേതത്തിനെ ഓടിക്കാം. പക്ഷെ പ്രേതല്ലേ, അതൊക്കെ ഏൽക്കോ? നമുക്കൊന്ന് പ്രയോഗിച്ച് നോക്കാം, അല്ലെങ്കിൽ നമുക്ക് അപ്പ് പറഞ്ഞ പോലെ വീട് മാറിപ്പോവാം. എവിടെ പോവും? നമുക്ക് എത്ര കുടുംബക്കാരുണ്ട്, അവരുടെ ആരെയും വീട്ടിൽ പോവാം. അല്ല നമുക്ക് പുറത്തിറങ്ങണ്ടേ? എന്നാ നീ പോയി ഇറങ്ങ്, ചെല്ല്. അയ്യോ ഞാൻ വെറുതെ പറഞ്ഞതാ. എന്റെ വിറയിൽ ഇപ്പോഴും മാറിയിട്ടില്ല. ഞങ്ങളുടെയും. ഇനിയിപ്പോ ആ പ്രേതം പെട്ടെന്ന് അങ്ങോട്ട് കേറി വരുമോ? ഏത് സമയം ആ പ്രേതം വേണേ കേറി വരാം. അപ്പൊ നമ്മൾ എല്ലാരും ജാഗ്രതരായിരിക്കണം. എന്ത് ജാഗ്രതരായിരിക്കണം? ഒന്ന് പോ അമ്മ, കറക്റ്റ് വരാതെ മലയാളം പഠിക്കും. അതാണ് ഇപ്പൊ ഇവിടുത്തെ വിഷയം. നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ? നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഈ കൊട എന്തിനാ? നീ ഒന്ന് പിടിച്ചേ. ഇതെന്തിനാ? ആ പ്രേതം കേറി വന്നാൽ അതിന്റെ തലക്കിട്ട് കൊടുക്കാന്. അതൊക്കെ ഏൽക്കോ? നമുക്ക് നോക്കാം. ഞാൻ റെഡി. ചക്കി, അപ്പിന്റെ ബാറ്റ് എടുത്തേ. എടുത്തു. ഇത് നീ നിന്റെ കയ്യിൽ വെച്ചോ. ഓക്കേ. അപ്പൊ ഞങ്ങളൊച്ചാ? അതെ. ആ ടേബിളിന്റെ അടിയിൽ നോക്ക്, ഡസ്റ്റർ, ബാറ്റ് എന്തൊക്കെയാണല്ലോ, അതൊക്കെ പോയി എടുത്തോ. ശരി. മിന്നു ഒരു ബാറ്റ് എനിക്കും എടുത്തോ. ശരി അച്ഛാ. ഇതച്ഛാ. എല്ലാരും തയ്യാറല്ലേ? തയ്യാർ. തയ്യാർ. റെഡി. അപ്പം പാടും ഒറ്റയ്ക്ക് ചുട്ടമ്മായി, അമ്മായി ചുട്ടത് പരിമോയിക്കാ. ഇതെന്താ ഇത്? ആ പ്രേതം പാടിയതായിരിക്കും. ശരിയാ, ഞാനത് എങ്ങനെ മനസ്സിലായി? നമ്മളെ പ്ലാൻ പോലെ എല്ലാം നടക്കട്ടെ. ഓക്കേ, തുടങ്ങാക്രമണം. ഇനി പേടിച്ച് ചെന്നിട്ട് കാര്യമില്ല. എടാ പ്രേതമേ, ധൈര്യമുണ്ടെങ്കിൽ നീ ഇങ്ങോട്ട് വാടാ. ധൈര്യമുണ്ടല്ലോ. ഇന്നാ പിടിച്ചു ഡസ്റ്റർ. ഞാൻ പിടിച്ചു. ഞാൻ തിരിച്ചറിയാൻ പോവുകയാ. എറിഞ്ഞോ? ഒറ്റടിക്ക് ഒരു ഏറ് കൊടുക്കാം. അയ്യേ അവൻ വീണു. ചക്കി പോയി ഒരു തല്ല് കൊടുക്ക്. എന്നാ പിടിച്ചു തല്ല്. അയ്യോ. എല്ലാവരും ആക്രമിക്കൂ. എടാ പ്രേതമേ, നിങ്ങള് എന്നോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും. ഞാൻ എന്നെ ചവിട്ടി പരിക്കേൽപ്പിക്കും.